പത്തനംതിട്ട ഇലന്തൂർ വാര്യപുരത്ത് യുവാവിനെ കാണാനില്ലെന്ന് പരാതി. തടിപ്പണിക്കാരനായ വാര്യപുരം സ്വദേശി ഷിബുവിനെ മെയ് 31 മുതലാണ് കാണാതായത്. ജോലിക്കായാണ് ഇയാൾ വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. എന്നാൽ ഷിബുവിന്റെ സ്കൂട്ടർ വാര്യപുരം ഭാഗത്തെ റോഡിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാണാതാകും മുൻപ് മൊബൈൽ ഫോണും കേടുവന്നിരുന്നു. ഷിബുവിന്റെ തിരോധാനത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആൾക്കെന്തെങ്കിലും അപകടം പറ്റിയതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നമായിട്ടാണ് വീട് മാറി നിൽക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നാലും അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും വീട് മാറി നിൽക്കുന്ന ഒരാളെ അല്ല. ഇപ്പം പിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടതാണോ, എന്താ സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് അറിയണം. വേഗത്തിൽ ആളെ കണ്ടുപിടിക്കണം. ഷിബുവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചത്. ഷിബുവിൻ്റെ തിരുവനന്തപുരത്തിൽ ദുരൂഹത ഉണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വാര്യപുരത്താണ് യുവാവിനെ കാണാനില്ല എന്നൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. തടിപ്പണിക്കാരനായ വാര്യപുരം സ്വദേശി ഷിബുവിനെയാണ് കാണാതായിട്ടുള്ളത്. മെയ് 31 മുതലാണ് ഇയാളെ കാണാതായിട്ടുള്ളത്. ജോലിക്കായി എന്ന് പറഞ്ഞാണ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് ഷിബുവിനെ പറ്റി യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഷിബുവിൻ്റെ സ്കൂട്ടർ വാര്യപുരം ഭാഗത്തെ റോഡിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാണാതാകുന്നതിന് മുൻപ് മൊബൈൽ ഫോണും കേടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഷിബുവിൻ്റെ തിരോധാനത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു നിലപാട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും യുവാവിനെ കാണാതായിരിക്കുകയാണ്. മെയ് 31 മുതലാണ് ഷിബുവിനെ കാണാതായിട്ടുള്ളത്. പത്തനംതിട്ട ഇലന്തൂർ വാര്യപുരത്തു നിന്നാണ് യുവാവിനെ കാണാതായിട്ടുള്ളത്. നിപയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി പരിധിയിൽ നിയന്ത്രണം കർശനമാക്കി. നിപ ബാധിച്ച യുവാവുമായി സമ്പർക്കം പുലർത്തിയവരെ ക്വാറന്റീനിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലും കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപ ബാധ സ്ഥിരീകരിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരൻ ഗുരുതര നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, എന്തായാലും നിപ്പ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങളൊക്കെ കർശനമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനം ഇനിയൊരു ലോക്ക്ഡൌണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ സാധാരണയായി നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാറുണ്ട്. അത് പ്രഖ്യാപിക്കണമെങ്കിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി പുറത്തു വരണം. അതാണ് നിപ്പയുടെ പ്രോട്ടോകോൾ. അപ്പോൾ അത് ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ DME അതുപോലെ DHO തുടങ്ങിയവർ ഉന്നതതല ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൽ ഈ പ്രോട്ടോകോളുകൾ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള നിപ ബാധിതന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നേരെ PCR പരിശോധനയിൽ നിപ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വെന്റിലേറ്ററിൽ ആംബുലൻസിൽ നേരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. മാത്രമല്ല, അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. DMOയുടെ നേതൃത്വത്തിലാണ് അതിനുള്ള നടപടികൾ ക്രമീകരിച്ചത്. കൂടാതെ ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു യോഗവും ഉദ്യോഗസ്ഥരുടെ യോഗവും കോഴിക്കോട് ചേർന്നു. ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ ഓൺലൈനായി കോഴിക്കോട് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കോഴിക്കോട് DMO അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഈ യുവാവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 5 പേരുടെ സ്രവ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കും. അവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടില്ല. എങ്കിൽ കൂടിയും
ഈ ഒരു നിപ്പ ബാധ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ സ്രവം പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ ഫലം ഇന്ന് വൈകുന്നേരം അറിയാൻ കഴിയും. കൂടാതെ ഈ യുവാവ് നേരത്തെ പോയിരുന്ന 2 ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെയും ക്വാറന്റീനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നിരീക്ഷണത്തിലുമാണുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. അതേസമയം തന്നെ ഈ നിപ്പ കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്. ഒരു ഗോഡൌണിൽ വെച്ചാണ് ഈ യുവാവിന് നിപ്പ ബാധ ഉണ്ടായത് എന്നാണ് പ്രധാനമായിട്ടും അതാണ് ഉറവിടം എന്നാണ് സംശയിക്കുന്നത്. കാരണം ഈ ഫാറൂഖ് കോളേജിനടുത്ത് താമസക്കാരനായ ഈ യുവാവ് അതിനടുത്ത് തന്നെ, കാരണം അദ്ദേഹം ഒരു ചെറുകിട ബിസിനസ്സുകാരനാണ്, 43-കാരൻ. ഈ 43-കാരൻ ഒരു ഗോഡൌൺ വാങ്ങി അത് വൃത്തിയാക്കുന്നതിനിടെ അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് വൃത്തിയാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വൃത്തിയാക്കുന്നതിനിടെ ആണ് ഇദ്ദേഹത്തിന് നിപ ബാധ ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. പിന്നാലെ ഇദ്ദേഹത്തിന് പനി ബാധിച്ചിരുന്നു. പനി ബാധിച്ച് പിന്നീട് പനി മാറുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റ് കൂടുതൽ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായത്. ന്യൂമോണിയ ബാധ അടക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ തുടരുന്ന യോഗത്തിൽ പ്രോട്ടോകോൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കും. ആ പ്രോട്ടോകോൾ കൃത്യമായി പ്രാവർത്തികമാക്കുക ഈ പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും. അതിനു മുൻപ് തന്നെ ചില നടപടികൾ, ഈ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റാനുള്ള നടപടികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ സ്ഥലം MLA ആയിട്ടുള്ള PA മുഹമ്മദ് റിയാസ്, കൂടാതെ ഈ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി അധികൃതർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തന്നെ ആണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത്. ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കോഴിക്കോട് DMO അടക്കമുള്ളവരുമാണ്. ശരി, വ്യക്തമാണ്. ഏതായാലും കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി പരിധിയിൽ വലിയൊരു നിയന്ത്രണം തന്നെയാണ് കർശനമാക്കിയിട്ടുള്ളത്. നിപ്പ ബാധിച്ച യുവാവുമായി സമ്പർക്കം പുലർത്തിയവരെയൊക്കെ ക്വാറന്റീനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപ്പ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫറോക്ക് സ്വദേശിയായിട്ടുള്ള നിപ്പ സ്ഥിരീകരിച്ച 43-കാരൻ ഇപ്പോൾ ഗുരുതരമായ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. ഗോഡൌൺ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിപ്പ ബാധയുണ്ടായെന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ പ്രദേശത്ത് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരെ വഹിച്ചുകൊണ്ടുള്ള മറ്റൊരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട്. ഒമാനിലെ ഷിനാസ് തീരത്തിന് സമീപമാണ് പുലർച്ചെ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഗിനിയ ബിസൗ എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ പതാക വഹിക്കുന്ന MT ജൽവീർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. US നാവികസേനയാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിനും ഫണൽ ഏരിയകളിലും തീ പടർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടക്കുമ്പോൾ കപ്പലിൽ 20 ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്നു. അസ്ഫാൽറ്റ്, ബിറ്റുമെൻ എന്നിവയുടെ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ടാങ്കറാണ് MT ജൽവീർ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. Regarding your vessel, so they want to know the current status. Sir, please share the coordinates. जल्दी आप मैसेज दीजिए, मैं बंदे को भेजता हूँ आगे आप सिनास पोर्ट कंट्रोल को. In one bay, that in both. Okay. Sinas Port Control, this is a message from Jalvi that all crew are safe. They are in forecastle and they have a huge fire in the engine room. കൊച്ചി തേവറ പാലത്തിൽ അപകടം. കൈവരിയിലേക്ക് ലോറി ഇടിച്ചു കയറി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊച്ചിയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ തേവറ പാലത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. കൈവരിയിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയതാണ്. എന്തായാലും ആശ്വാസകരമായ വാർത്ത, ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ്. കൈവരിയിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നു. ലോറിയിലേക്ക് ടോറസ് വന്ന് ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിട്ടുള്ളത്. കൊച്ചി തേവറ പാലത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്.
കൊച്ചി തേവര പാലത്തിലാണ് അപകടമുണ്ടായത്. കൈവരിലേക്ക് ലോറി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ലോറിയിലേക്ക് ടോറസ് വന്നിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. വന്നിടിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവർ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ പരിക്കേൽക്കാതെ തന്നെ ഡ്രൈവർ രക്ഷപ്പെട്ടു. കൈവരി തകർത്ത് ലോറി തൂങ്ങി നിൽക്കുന്നൊരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത്. ടിപ്പർ ലോറി കൈവരി തകർത്ത് കായലിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നിൽ വന്ന ടോറസ് വാഹനം ഇടിച്ചതിനെ തുടർന്ന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കാതിരിക്കാൻ വെട്ടിത്തിരിച്ചപ്പോഴാണ് ലോറി പാലത്തിൻ്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. മറ്റാർക്കും തന്നെ പരിക്കുകളൊന്നും തന്നെയില്ല. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായി പോയത്. എന്തായാലും കൈവരിയിലേക്ക് ഇടിച്ചു കയറിയാണ് ലോറി നിന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. കൊച്ചി തേവര പാലത്തിലാണ് അപകടമുണ്ടായിട്ടുള്ളത്.